കൊള്ളയും കൊലവിളിയും വഞ്ചനയും അഹങ്കാരവും ജീവിതത്തിന്റെ ആനന്ദമാക്കി മാറ്റി മുടിയും പൊടിയുമായി ഊരിച്ചിട്ട് മോദിസത്തിന് കൂട്ടുനിന്ന് ഒടുവിൽ തേങ്ങാക്കച്ചവടവുമായി മുസ്ലിം ജനതയുടെ വിശ്വാസത്തിൽ ചൂഷണം നടത്തുന്ന വിഘടിത വിഭാഗത്തിന്റെ എതിരിക്കോട് സമ്മേളനത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപടി LCD ക്ലിപ്പിംഗ് സഹിതം സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരനരായ ഉസ്താദുമാരെ, അഭിവന്യരായ ആലിമീങ്ങളെ, പ്രിയപ്പെട്ട കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, കൂടുതൽ ആമുഖമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സമയമേറെ വൈകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്ലിപ്പിംഗ് കാണുമ്പോൾ ചില ആൾക്കൊക്കെ ഇളക്കം തുടങ്ങും. അപ്പം പിന്നെ പെർമിഷനും മറ്റൊക്കെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇത് പെട്ടെന്ന് തന്നെ കൂടുതൽ ഷറാവെന്നല്ലാതെ മാത്രം നടത്തി നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും പിന്നെ ഞാനിവിടെ സമാപിച്ച സമ്മേളനം സത്യത്തിൽ കുറെ അവകാശവാദങ്ങളുടെ സമ്മേളനമായിരുന്നു. നമുക്കറിയാം, പലപ്പോഴും ഇവർ പല അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഈ സമ്മേളനത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് സാധാരണ പറയാറുണ്ട്. ഡൽഹിയിൽ AAP ജയിച്ചപ്പോ, അവിടെ AA ഉണ്ടല്ലോ, ആ AAP ജയിച്ചപ്പോ അത് ജയിച്ചപ്പോ ഇപ്പൊ പറയുന്നത് അതും ഞങ്ങളെ വോട്ടുകൊണ്ടാണെന്ന്. അതുപോലും ഈ സമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്ന് കേൾപ്പിക്കാം. ഇത്രത്തോളം തൊലിക്കെട്ടിയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ വേറെ കണ്ടിട്ടില്ല. എന്തു പറയാനും ഒരു മടിയില്ലാത്ത വിഭാഗം. എന്നിട്ട് ഇവരിവിടെ പറഞ്ഞത്, മുടിയുടെ സനത് ചോദിച്ചപ്പോൾ സനത് ഉദ്ധരിക്കാൻ കഴിയാതിരുന്ന വിഭാഗം ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് സനതുണ്ടെന്ന്. ഇവരുടെ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ സനതുള്ള പരമ്പര മുറിയാത്ത ഏക വിഭാഗം ഞങ്ങൾ മാത്രമാണ്. ഇവിടുത്തെ മുജാഹിദിന് പരമ്പരയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നു ചേരാനുള്ള ഒരു പാരമ്പര്യമില്ല. പാരമ്പര്യമുള്ള കേരളത്തിലെ ഏക പ്രസ്ഥാനം ഞങ്ങൾ മാത്രമാണ്. സത്യത്തിൽ അവരുടെ പരമ്പര മുറിഞ്ഞു കിടക്കുന്നതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. അവരുടെ പരമ്പര ഏതാണ്? സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഉസ്താദാരാണ്. പരമ്പര എന്ന് പറയുമ്പോൾ ആ ഉസ്താദുമാരുടെ പോകുന്നതിനുള്ള പരമ്പര എന്ന് പറയുന്നത് ഗുരുവര്യന്മാരുടെ കടന്നു പോകുന്ന പരമ്പരയാണല്ലോ. എന്നാൽ സ്വന്തം ഉസ്താദിനെ തള്ളിപ്പറഞ്ഞ്, സ്വന്തം ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദിനെയും തള്ളിപ്പറഞ്ഞവർക്ക് എന്ത് പാരമ്പര്യമാണ് അവകാശവാദം ഉന്നയിക്കാനുള്ളത്? പക്ഷേ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം പ്രസംഗിക്കുന്ന നിങ്ങൾ അഡ്രസ്സുകൾക്കുണ്ട്, ആധികാരികതയുണ്ട്, പാരമ്പര്യമുണ്ട്. ഏതോ ഒരു പഴക്ക് മുളച്ചു പൊന്തിയ അപ്പകളെപ്പോലെ പുൽച്ചെടികളെപ്പോലെ അല്ല. നമുക്ക് വ്യക്തമായ അഡ്രസ്സുണ്ട്, പാരമ്പര്യമുണ്ട്. നമ്മുടെ സനത് ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ വരെ മുട്ടു. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ ബിദഈ കക്ഷികളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അവർക്കില്ല തന്നെ. എന്നാ പിന്നെ ഞങ്ങളാണ് സുന്നത്യമായത്തിൽ ആളുകളെന്ന് പറഞ്ഞെടുക്കുന്ന കൊട്ടിഘോഷിക്കുന്ന ഒരു കൂട്ടം. പക്ഷേ അവരെ കയ്യിൽ നമ്മൾ പറഞ്ഞതുപോലെ ആരെയും ഭയപ്പെടാതെ പറയാൻ പറ്റുന്ന ദീൻ അവരെ കയ്യിലില്ല. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയില്ല. എന്നാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയെ പിടിച്ചോളൂ, ഞങ്ങൾ പരമ്പര എണ്ണിത്തരാം. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പരമ്പര എണ്ണിത്തരാം.
ഞങ്ങൾ അഭിമന്യനായ ശൈഖുന ശംസുൽ ഉലമ EK ഉസ്താദ് നവ്വറല്ലാഹു മർകദ, ശൈഖുന ശംസുൽ ഉലമ ഉസ്താദിനെ പിടിച്ചോ. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, കണ്ണിയത്ത് ഉസ്താദിനെ പിടിച്ചോ. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, കുത്തുബി ഉസ്താദിന്റെ ഉസ്താദിനെ പിടിച്ചോ. പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, പുതിയാപ്പിള ഉസ്താദിന്റെ ഉസ്താദ് കുട്ടി മുസ്ലിയാർ, അവിടുത്തെ ഉസ്താദ് ഉമർ ഖാലി, അവിടുത്തെ ഉസ്താദ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് മൊയ്ൻകുട്ടി ഹാജി, അവിടുത്തെ ഉസ്താദ് സൈനുദ്ദീൻ മഖ്ദൂം, അവിടുത്തെ ഉസ്താദ് ഇബ്നു അബ്ദുൽ ഹൈത്തമി റഹ്മഹുല്ലാ, അവിടുത്തെ ഉസ്താദ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് സലാഹുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അഹ്മദ് അൽ ഇറാഖി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അബ്ദുറഹ്മാൻ ബിൻ ഇറാഖി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഉമർ ബിൻ അബ്ദുൽ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അബ്ദുൽ അത്താർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം നബവി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇസ്ഹാഖ് ഇബ്നു അഹ്മദ് ദിമശ്കി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അഷ്ശൈഖ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അബൂ സഈദ് അൽ മുസ്രി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അബൂ അലി അൽ ഫാറൂഖ് ഫറാബി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഖാളി അബൂ തുബരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അബുൽ മാറൂസ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇബ്നു സുറൈജ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇബ്നു ബിസ്ർ അൽ-മാത്തി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം റബീഅ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഞങ്ങളെ പരമ്പര എത്തിച്ചേരുന്ന പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ പൊന്മുളക്കൊന്ന് പറയാൻ കഴിയോ? പൊന്മുളക്ക് പറയാൻ കഴിയോ? കാന്തപുരത്തിന്റെ ഉസ്താദ് എന്ന് പറയട്ടെ. KK ഹസ്രത്തല്ലേ പോയില്ലേ? കണ്ണി മുറിഞ്ഞില്ലേ? KK ഹസ്രത്തിന്റെ ഉസ്താദ് ആരാ? ശൈഖുന ശംസുൽ ഉലമായി EK ഉസ്താദ് പോയില്ലേ? പുറത്തായില്ലേ? ശംസുൽ ഉലമയുടെ ഉസ്താദ് ആരാ? കണ്ണിയത്ത് ഉസ്താദ് പോലെ. എന്ത് പാരമ്പര്യമാണുള്ളത്? നിങ്ങളെ മുടിക്കും പാരമ്പര്യമില്ല, നിങ്ങളെ പൊടിക്കും പാരമ്പര്യമില്ല, നിങ്ങളെ തട്ടിക്കും പാരമ്പര്യമില്ല, നിങ്ങളെ പ്രസ്ഥാനത്തിനും പാരമ്പര്യമില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കുങ്ങൾ ഞങ്ങൾ കാണാം. ബലൂണോട് പൊട്ടും. ഈ പഴയ ഞങ്ങൾ ഒതു മുറി ഞങ്ങൾ പറയില്ല, ബലൂണോട് പൊട്ടും. ഒതു ഉണ്ടെങ്കിലേ മുറിയുള്ളൂ. അതില്ലല്ലോ. ഉണ്ടെങ്കിലേ മുറിയുന്ന കാര്യം ചിന്തിക്കുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ കാര്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ പാരമ്പര്യമുള്ളവരാണ്. എന്ത് പാരമ്പര്യ കൂട്ടരങ്ങൾക്കുണ്ട്? ഇല്ലാത്ത അവകാശവാദം ഉന്നയിക്കുന്നതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് എന്ത് പാരമ്പര്യമാണുള്ളത്? എന്നിട്ട് ഇവിടെ ഉന്നയിച്ച കാര്യമാണെന്ത്? ഇവിടെ ആരത് ഉന്നയിക്കണറിയോ? ഈ സാധു ഇത്രത്തോളം അതപ്പതിച്ചോളൂ. ഞാൻ അടിച്ചു പോകാൻ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് തോറ്റിട്ട് ഇവരുടെ വോട്ടിന്റെ എണ്ണം ശരിക്കും ബോധ്യപ്പെട്ട ആൾ പറയാണ്, ഡൽഹിയിൽ APക്ക് പോലും ഉസ്താദുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത്. സുബ്ഹാന ജല്ല ജലാലു. ആ സാധൊന്ന് പറയട്ടെ. എത്ര വ്യക്തമാണ്. ലാ തസാലു ത്വായിഫ് സെന്റർ തന്നെ AP ഡൽഹിക്കെത്തേണ്ട ചെറിയ കുപ്പല്ലോ കൊണ്ടുവരും. അതിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ആ മനുഷ്യൻ, മഹാനായ മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്രയധികം ഈ ലോകത്ത് ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറയാറുണ്ട്, എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇടക്കൊന്ന് പറയാം, എബ്രഹാം ലിങ്കനെ കുറിച്ചും മറ്റുമൊക്കെ ലോകത്ത് ചർച്ച ഉണ്ട്. ഉസ്താദിനെ കുറിച്ച് അത്ര ചർച്ച വരാത്ത ഉസ്താദ് നമ്മൾ മലയാളത്തിൽ എഴുതുകൊണ്ടാണ്. ഇയാൾക്ക് എങ്ങനെ പ്രിൻസിപ്പളായി ആലോചിക്കുന്നത്? ഇയാളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ ഗതികേട് എന്തായിരിക്കും ചിന്തിച്ചു പോകാണ്. പറയട്ടെ. മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് AP ഉസ്താദിന്റെ പേര് ലോകത്തൊന്നും അറിയാതെ പോവുകയാണ്. ഇവിടെ അവർക്ക് വലിയ ത്യാഗം സഹിച്ചു എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് ഉസ്താദിനെ നേരിട്ട് അറിയാമല്ലോ. ഈ ദേശീയോദ്ഗ്രഥനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭീകരക്കെതിരെ, സാമൂഹിക സേവനത്തിന് വേണ്ടി, ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, എന്തിനധികം ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു പുതിയ പാർട്ടിയാണ് ജയിച്ചത്. അതിന്റെ പിന്നിൽ വരെ AP ഉസ്താദ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. നമുക്കറിയില്ല, അള്ളാഹു ആയാലും. കാരണം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ മന്ത്രിപദത്തിലേറിയ മനുഷ്യൻ അദ്ദേഹം AP ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഒരു ഖാദിമാണ് എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും മൂക്കത്ത് വരില്ല വെച്ച് നമ്മളൊന്നും ഉസ്താദിനെ വേണ്ടത്ര അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്.
എന്ത് ഉസ്താദിനോട് ബന്ധമുള്ളത് കൊണ്ടാണ് ഡൽഹിയിൽ അദ്ദേഹം മന്ത്രിയായത്. ഉസ്താദിനോട് ബന്ധമുണ്ടാകുന്ന ഒരാൾ മന്ത്രിയോ എം പിയോ ആകുമെങ്കിൽ സഖാവ് ടി.കെ. ഹംസ MP ആകുമായിരുന്നു. കാരണം ഹംസാക്ക പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? ഹംസാക്ക പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞ ക്ലിപ്പ് നിർമ്മിച്ചു കൊടുത്ത് ഹംസാക്ക എന്താ പറഞ്ഞത്? ഞാൻ AP സുന്നിയാണ്. ആ സാധു ഒരു കൊല്ലം മഞ്ചേരിയിൽ ചക്കട്ടപ്പ് മയിലിട്ടിയാൽ എനിക്ക് എന്തോ കാരണം കൊണ്ട് ജയിച്ചു. ഇപ്പുറത്തുള്ള സ്ഥാനാർത്ഥി നന്നായതുകൊണ്ടായിരിക്കും അള്ളാഹു അല്ല, എനിക്കറിയില്ല. എന്തായാലും കൊണ്ട് ജയിച്ചപ്പോ മറ്റാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹംസാക്ക നിങ്ങൾ ജയിച്ച നമ്മളെ വോട്ടുണ്ടാണ്. അപ്പൊ ഈ സാധു നിഷ്കളങ്കനാണ് ഹംസാക്ക. അയാൾ വിചാരിച്ചൊന്ന് ശരി തന്നെയായിരിക്കും. പിറ്റത്തെ തെരഞ്ഞെടുപ്പിൽ ഹംസാക്ക പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ AP സ്ഥാന്റെ ആളാണ്, അതോടുള്ള വോട്ടും പോയി. അതിലുണ്ടായത് നോക്കൂ നിങ്ങൾ. ഹംസാക്ക പത്രസമ്മേളനം നടത്തിയത് കൊടി ഉയർത്തി മലപ്പുറത്ത് ടി.കെ. ഹംസ നാടകീയമായി പ്രഖ്യാപിച്ചത് താനൊരു കാന്തപുരം സുന്നിക്കാരനെന്നാണ്. പിണറായി അടക്കം പല CPM നേതാക്കൾക്കും കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. കാന്തപുരം വിഭാഗമായിട്ട് അടുപ്പം മാത്രമല്ല, ഞാനൊരു AP സുന്നിയാണ്. അത് മനസ്സിലായില്ല. ഇല്ലല്ല, ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല, അത്രയ്ക്ക് മനസ്സിലായിരുന്നില്ല. ഞാനൊരു AP സുന്നിയാണ്. എന്നാ നിങ്ങൾ ഇപ്പൊ ചെന്നിട്ട് ഹംസാക്കാരോട് ഒരു പത്രസമ്മേളനം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്ന് മത്സരിക്കാൻ വേണ്ടി ഒന്ന് പറയുന്നു. ഹംസാക്കാരൻ ജന്മറ ഞാനത് പറയില്ല. സത്യധാരയുടെ അഭിമുഖത്തിൽ ചെന്നപ്പോ ഹംസാക്ക പറഞ്ഞില്ലേ, അയാളെ നമ്പാൻ പറ്റൂല, അയാൾ കടുത്ത മുനാഫിക്കാനാണ്. എന്താ കാരണം? എന്നെ കണ്ടാ പോലെ ഹംസാക്ക നമ്മൾ വോട്ടുങ്ങൾക്ക് തന്നെയാണ്. എമ്മിനെ കണ്ടാലോ അയമാക്ക നമ്മൾ വോട്ടുങ്ങൾക്ക് തന്നെയാണ്. എന്നാ വോട്ട് മുപ്പത്തുണ്ടോ സാധനത്തില്ലേനു. ഹംസാക്ക ലാസ്റ്റ് പറഞ്ഞില്ലേ, ഇയാളൊന്നും സ്വർഗത്തേക്ക് തന്നെ പോകൂല, ഇയാളൊക്കെ സ്വർഗത്ത് കിടക്കുന്ന അതിന്റെ മുമ്പ് ഞാൻ കടന്നിട്ട് ഒരു പരിപ്പോടെയും കട്ടൻ ചായ ഒരു ദിനേശ് പിടി ഇങ്ങനെ വലിക്കുമ്പോ വന്നെങ്കിൽ വന്നു എന്നാണ്. ഹംസാക്കക്ക് ബോധ്യപ്പെട്ടോളെ. നിങ്ങൾക്കറിയില്ലേ ഇതാരാ പറയുന്നത്? ഡൽഹിയില് മൂപ്പരോട്ടുണ്ടാ ജയിച്ചത്. ആരായി പറഞ്ഞത്? ഹുസൈൻ എണ്ടത്താണി. സുബ്ഹാനല്ലാഹ്, ഹുസൈൻ എണ്ടത്താണിന്റെ തെരഞ്ഞെടുപ്പിന് അന്നിറങ്ങിയ പത്രം എന്റെ കയ്യിലുള്ളത്. എന്താ എഴുതിയത്? ഡോക്ടർ രണ്ടത്താണി 72,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഓ, എന്താ കണക്ക് കറക്റ്റ്! 72,000. 70 അല്ല, 75 അല്ല, 72,000 വോട്ടിന് ഹുസൈൻ രണ്ടത്താണി വിജയിക്കും. കാരണം എന്താ? അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നടത്തിയത്? കണ്ടങ്ങള്, തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ കത്തികൊണ്ട് കുത്തിവരെ ചൂണ്ടുവിരലുകൊണ്ട് പാഠം പഠിപ്പിക്കണം. ഖലീൽ ബുഖാരി തങ്ങളും ഹുസൈൻ രണ്ടത്താണും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടോ? തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പാണ് എത്ര റാത്തീബ നടത്തിയത്. അതൊരു രസമാണല്ലോ അല്ലേ? ഈ സമയത്ത് പറയേണ്ടതാണ്. ഈ 72,000 ഭൂരിപക്ഷം ജയിക്കുന്നുള്ള AP പറഞ്ഞിട്ട് എഴുതിയ ആൾ ഇവിടെ ഇരിക്കേണ്ട രാമന്തല്ലാണ് എഴുതിയ ആള്. രാമന്തലാണ് റിപ്പോർട്ട് ചെയ്ത് 72,000 വോട്ട്. ഇത്ര കണക്കോട് നോക്കി കിട്ടണം അല്ലേ? അല്ലെ പറഞ്ഞു കൊടുത്ത അത്ര കറക്റ്റ് കണക്ക്. കാരണം പണ്ടാൾ സ്വപ്നം കണ്ടാൽ ഹുസൈൻ രണ്ടത്താനെ കണ്ടപ്പോ വാ MP കടന്നു വാന്ന് പറഞ്ഞത്. MP ആണിന് മുമ്പന്നെ ഈ ഹുസൈൻ രണ്ടത്താനെയാ പറയണത്. എന്ത് പറയുന്നത്? ഉസ്താദുമായുള്ള അടുപ്പം കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലേറിയത്. ഇയാൾക്ക് പറയാനില്ലാത്ത ഒന്നുമില്ലല്ലോ, എല്ലാതും മൂപ്പർക്കുണ്ട്. ഇനിയോ ഇവിടെ പ്രസംഗിച്ചു മറ്റാള് ആര്? രണ്ടാമൻ. കുട്ടികളെ ബലൂണെന്നൊക്കെ വിളിക്കും, ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പ്രസംഗിച്ചെന്താ? സമസ്ത കേരള ജമിയത്തുലുമയിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത് താജുൽ ഉലമയെ കൊണ്ടും നൂറുൽ ഉലമയെ കൊണ്ടുമാണ്. താജുൽ ഉലമയാണ് കേരളത്തിൽ, നൂറുൽ ഉലമയും താജുൽ ഉലമയും കൂടിയിട്ടാണ് മദ്രസ പ്രസ്ഥാനം തുടങ്ങിയത്. ഈ സാധുക്കൾ ചരിത്രം ഒന്ന് പഠിക്കണ്ടേ? താജുൽ ഉലമ എന്ന് പറയപ്പെടുന്ന ഉള്ളാളം തങ്ങൾ എന്നാണ് സമസ്തയിൽ മുഷാവറമ്പറാകുന്നത്? എല്ലാവർക്കും അറിയില്ലേ? ആരാണ് മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്? ഇനി അറിയില്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ വല്ലാതെ കാണാനില്ല. ഒരു വ്യക്തിയുണ്ടല്ലോ, അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ. അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്. സമസ്ത വരക്കൽ മുതൽ കാന്തപുരം വരെ. അവിടെ നിന്നൊക്കെ പിന്നീട് പോന്നിട്ടില്ല. വരക്കൽ മുതൽ കാന്തപുരം വരെ. ഈ പുസ്തകത്തിൽ പറയുന്നു ആര് മുഖേനയാണ് മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഞാൻ വായിക്കാം. ഇതിൽ വ്യക്തമായി പറയുന്നു, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മഹാനായ ബാഫഖി തങ്ങൾ 1945 മർഹൂം ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷതയിൽ കാര്യവട്ടത്ത് ചേർന്ന സമസ്ത 16ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്, ആ സമ്മേളനത്തിലാണ് മദ്രസ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. അന്ന് ഉള്ളാളത്തെ തങ്ങള് സമസ്തയിലെ മുഷാവറ മെമ്പർ പോലുമല്ല.
അന്ന് മെമ്പറുടെ ആയിട്ടില്ല. ആര്? ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ മദ്രസ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിൽ. എന്നിട്ട് മറ്റാൾ പറയാണ് ഉള്ളാളത്തെ തങ്ങളും നൂറുൽ ഉലമയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നാ നൂറുൽ ഉലമയുടെ പുസ്തകമാണ് എന്റെ കയ്യിൽ ഈ കാണുന്നത്. ആരെ? എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹം പറയുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. മാത്രമല്ല ഇസ്മായിൽ വഫ അന്ന് യോഗത്തിൽ പങ്കെടുത്തവർ, ആ മദ്രസ പ്രസ്ഥാനം രൂപീകരിക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത ആളുകളെ പേര് പറയുന്നുണ്ട്. 36 ആളുകളെ പറയുന്നുണ്ട്. അതിലൊരു മെമ്പർ പോലുമല്ല സാക്ഷാൽ ഉള്ളാളെന്നങ്ങള്. എന്തിനാണ് ഇതൊക്കെ ഈ ആളുകളെ പറ്റിക്കുന്നത്? എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത്? എന്നിട്ട് പറഞ്ഞതെന്താ? അവരന്ന് തുടങ്ങി വെച്ചതുകൊണ്ടാണ് ഇപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ വളരെയധികം മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും പുതിയ സമുദായത്തിന് അറിയില്ല, ആളുകൾക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഈ പുതിയ യുവാക്കൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണറിയോ? ഇപ്പൊ ഈ അടുത്ത് കൂറ്റമ്പാറക്കാരൻ ദാരിമി ഒരു കൂറ്റം കളവ് പൊട്ടിച്ചു. അയാളെന്താ പറഞ്ഞറിയോ? അയാൾ പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ പിന്നെ പ്രസിഡന്റ് വേണ്ടേ, അപ്പൊ ഉള്ളാളത്ത് നിങ്ങൾ പ്രസിഡന്റ് ആയതാണ്. ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശംസുൽ ഉലമ വഫാത്തായപ്പോ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് പറ്റിയ ആൾ വേണ്ടേ, അപ്പോ സുൽത്താനുൽ ഉലമ സെക്രട്ടറി ആയതാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്നതോ നേരെ തിരിച്ചാണ്. ആദ്യം നിങ്ങൾ കൂറ്റമ്പാറ പറഞ്ഞു കേൾക്കുന്നത്. സഹോദരന്മാര്, വൈസ് പ്രസിഡന്റായും ഉള്ളാളത്തെ തങ്ങൾ പാപ്പ താജുൽ ഉലമ വൈസ് പ്രസിഡന്റായും കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായി. പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. എന്ത് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ അദ്ദേഹം ഒരു മാറി നിൽക്കിരുന്നു. അതുകൊണ്ട് വഫാത്തായപ്പോണ്ട് കയറിയിരുന്നതാണ്. എന്നാ വഫാത്തായത്? മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നബ്ബറല്ലാഹു മർകദ അല്ലാഹുവേ അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ആ മഹാൻ വഫാത്താകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ? 1989 ഈ പുസ്തകത്തിൽ എം.എ. പറയുന്നു. ഈ പുസ്തകത്തിൽ തുറന്നെഴുതുന്നു 1989 സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഉള്ളാളം തങ്ങൾ പ്രസിഡന്റായും എ.പി. അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയായി പുതിയ മുഷാവറക്ക് രൂപം നൽകി. 1989 കണ്ണിയത്ത് വഫാത്താകുന്നതോ എന്റെ ഓർമ്മ ശരിയാണ് 93 1993 കൂറ്റമ്പാറ പറഞ്ഞതോ ഇത് ചെറിയ കളവൊന്നുമല്ല, കൂറ്റൻ കളവാണ്. ഞാൻ അടുത്ത് കേട്ടോളൂ. അങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും നിലനിന്നത്. അവരുടെ നേതൃത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അള്ളാഹു കബൂൽ. അന്ന് ഈ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുൽ ഉലമ. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ ശംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ 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 പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനും ശംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അന്നത്തെ ആലിമീങ്ങൾ തെരഞ്ഞെടുത്തതാണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാര്, സെക്രട്ടറി വഫാത്തായി, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ സമസ്തക്ക് എന്റെ പറഞ്ഞത് ശംസുൽ ഉലമയാകുന്ന ജനറൽ സെക്രട്ടറി വഫാത്തായപ്പോ ജോയിന്റ് സെക്രട്ടറിയായ കാന്തപുരം ജനറൽ സെക്രട്ടറിയായി. അപ്പൊ ഉള്ളാളം തങ്ങള് പ്രസിഡന്റായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആര് സെക്രട്ടറിയാണത്? കാന്തപുരം സെക്രട്ടറി ആകുന്നത്. എന്നാൽ നിങ്ങളെ നൂറുൽ ഉലമ പറയുന്നു അത് രണ്ടും കളവാണ്. ഞാൻ SSF അവരോട് ചോദിക്കുന്നു, കൂറ്റൻപാറയുടെ കൂറ്റൻ കളവിന്റെ കൂടെ നിൽക്കുന്നുവോ, എം.എയുടെ ഈ പുസ്തകത്തിനോട് നിൽക്കുന്നുവോ? ഏതാ ശരി? അവർ പറയണല്ലതൊക്കെ ജനങ്ങൾ മുമ്പിൽ പറയണല്ലോ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഇതൊക്കെ കേട്ടാ പിന്നെ ആരാ പോരാതിരിക്കുക? എത്ര ആളാ പോന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ കൊടക്കാട് തങ്ങൾ എന്നോട് വിളിച്ചോ, എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞത്. സാധാരണ അവരെ പരിപാടിയിൽ ദ്വാക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഈ കൊടക്കാട് തങ്ങളെ. തങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങളത് മറുപടി പർപ്പസാണ്, അതിൽ തന്നെയാണ് പങ്കെടുക്കേണ്ടത് പറഞ്ഞു. അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. എത്ര ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കല്ലേ? അപ്പൊ കൂറ്റന്മാർ പറഞ്ഞെന്താ അറിയോ? അത് ഞങ്ങളൊരു തന്ത്രം ഉപയോഗിച്ചതാണ്. നിങ്ങളെ കൂട്ടത്തിൽ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതി അറബി വായിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒരു സക്കാഫ് ഞങ്ങൾക്ക് തന്നതാണ്.
അസൻ സക്കാഫി വന്നപ്പോ നമ്മൾ പ്രസംഗിച്ചപ്പോ അന്ന് ഇവർ പറഞ്ഞത് അസൻ സക്കാഫിക്ക് എന്താ തിരിയാന്ന്, അസൻ സക്കാഫിക്ക് എന്താ തിരിയാന്ന് ചോദിച്ചത്. അപ്പൊ നമ്മളൊന്നും അവരോട് പറഞ്ഞു, ഞങ്ങളല്ലോ സക്കാഫി ബിരുദം കൊടുത്ത് നിങ്ങളല്ലേ, അവിടെയൊക്കെ പഠിച്ച അത്ര തന്നെ തിരിയുള്ളൂ, ഞങ്ങൾ സാധ്യമല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പോരാൻ തുടങ്ങിയപ്പോ കൂറ്റമ്പാറ പറയാണ് ഞങ്ങളിങ്ങനെ പരിശോധിക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ. എന്തിനാണ് ഇതൊക്കെ പോരുന്നത്? അങ്ങനെ ഞങ്ങളിലേക്ക് വന്ന് ഒരു 40 ആളുകളെ കണ്ടായിക്കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ പുതിയ സംസ്ഥ രൂപീകരിക്കുന്നു കേട്ടോ. ആ ബഹിഷ്കരണ കാലത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹിഷ്കരിച്ചപ്പോ പിന്നെ അവരെ കൂടെ വലഭാഗത്തിന് ഇടഭാഗത്തേക്ക് എഴുതിയതാണ് അറബി. അത് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ പറ്റുമോ വേണ്ടേ? അപ്പൊ കുടുങ്ങി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? സക്കാഫികളെ കിട്ടിയാൽ തിരക്കുകളില്ലാതായി. അപ്പൊ AP ഉസ്താദ് എന്ത് ചെയ്തു? മൂപ്പരിങ്ങനെ ഒരു ദയുള്ള മനുഷ്യൻ. ഉസ്താദ് ഭയങ്കര ദയുള്ള മനുഷ്യനല്ലേ. ഉസ്താദ് നല്ല ദയ കൊണ്ട് തന്നെ ഇസ്മായിൽ സക്കാഫിയെ പോലത്തെ ഓരോന്നിനും തന്നു നമുക്ക്. ഒരു സക്കാഫിനാണ് കൊടുത്തത്, തന്ത്രപരമായിട്ട് ഒരു സക്കാഫിനാണ് കൊടുത്തത്. ആ സക്കാഫികളെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ്, ഇത് AP വിഭാഗമാണ്, നിങ്ങൾ കളിക്കേണ്ട മക്കളെ. അപ്പോ ഒരു സക്കാഫിനാണ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കി എന്താ അതിന്റെ മട്ട. അപ്പൊ അവർക്ക് നല്ല റാഹത്ത്. സക്കാഫികൾക്ക് പ്രവേശനം ഇല്ലാത്തോടത്ത് സക്കാഫി പോയി, സക്കാഫി ഖുത്ബ ഓതാൻ പറ്റാത്തോടത്ത് സക്കാഫി ഖുത്ബ ഓതി, സഅദി ഇമാമ് നിൽക്കാൻ പറ്റാത്തോടത്ത് സഅദി ഇമാമത്ത് നിന്നു. അപ്പൊ എന്ത് ചെയ്തു? പിന്നെ ഉസ്താദ് 2 ആളെയും കൂടി കൊടുത്തു. ആ 2 ആളെയും കൂടി കൊടുത്തപ്പോൾ അവർ വലിയ സമ്മേളനം വെച്ചു. വലിയ സമ്മേളനം വെച്ചിട്ട് AP ഉസ്താദിന്റെ കുട്ടികൾക്ക് അവർ സ്വീകരണം കൊടുത്തു. അവർ വലിയ സ്വീകരണം കൊടുത്തു. സക്കാഫി കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് സക്കാഫി വരുന്നു, അത് സക്കാഫി അല്ല, അടുത്ത വണ്ടിയിൽ സക്കാഫി വരുന്നു, അടുത്ത വണ്ടി. അപ്പോഴേക്കും ഒരു തെക്കുബീർ മറ്റൊരു ചെല്ലു തുടങ്ങി. സക്കാഫിന്റെ വണ്ടി കാണുമ്പോഴേക്ക് തെക്കുബീർ ചെല്ലുന്ന അത്രയും വലിയ ആദരവൊക്കെ കണ്ടപ്പോൾ ഒരു 4 എണ്ണത്തിനെയും കൂടി കൊടുത്തു. ഇൻഷാ അല്ലാഹ് 40 എണ്ണത്തിന് തരും. അപ്പൊ മുഷാവറ 2 ഒന്നാവും. 40 400-ലേറെ സക്കാഫികളും സഅദികളും മദനികളും നിങ്ങളെ കൂടാരം വിട്ട് ഈ പരിശുദ്ധമായ സംസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എത്ര 40? പണ്ടൊക്കെ നമ്മൾ കാന്തൂര് പറഞ്ഞ് നോട്ടീസ് അടിക്കാൻ സുഖമായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവരെ പേരൊക്കെ വെച്ചിട്ട്. ഇപ്പൊ നമ്മള് കാന്തൂര് ഭാഗത്ത് വിട്ടവർ പങ്കെടുക്കുന്നു പറഞ്ഞുള്ളൂ. കാരണം ഇച്ചളൊക്കെ ഇവിടെ പേര് വെക്കണി എത്ര പോസ്റ്റ് അടിക്കണം, അത്രയും വന്നുകൊണ്ടിരിക്കല്ലേ. എന്നിട്ട് പറയാണ് അതൊരു പരീക്ഷണാർത്ഥം ഞങ്ങൾ തന്നു നോക്കിയതാണ്. അക്ബർ സാഹിദ് പറയാണ് മുഷാവറ ഉണ്ടാക്കാനല്ല, ഉസ്താദിന്റെ അടിയന്തരം തീർക്കാനാണ് ഞങ്ങളോട് പോന്നിട്ടുള്ളത്. അത് ഞാൻ പറയല്ല, ഓല് പറയാതൊക്കെ നല്ലത്. അവിടുന്ന് പഠിപ്പിച്ചാണല്ലോ നല്ലത്, അവർ പറയാനുള്ളത്. സക്കാഫി എന്ന് പറഞ്ഞാൽ, സക്കാഫത്ത് പറഞ്ഞാല് ഈ അടുത്ത് ചാനലിലൂടെയും പറഞ്ഞല്ലേ ഒരു സംസ്കാരം ഇല്ലാത്തതാണെന്നുള്ളത്. അവിടുന്ന് പോരുമ്പോ അങ്ങനെ പറയണം, പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ അടുത്ത് മറ്റാളെ പിടിച്ചപ്പോ ഞാൻ ഇവിടുത്തെ ക്ലിപ്പിനെ കേൾപ്പിക്കാം, അത് സാന്ദര്യമായി കയറി വരുന്നതാണ്. ഇവിടുത്തെ ക്ലിപ്പ് നമുക്ക് ഇഷ്ടംപോലെ കേൾപ്പിക്കാനുണ്ട്. ഈ അടുത്ത് മറ്റാളെ പിടിച്ചപ്പോ, ബലൂണിന്റെ പ്രശ്നത്തിൽ പിടിച്ചപ്പോ ചാനലിൽ ആ വാർത്ത വന്നപ്പോ ചാനലും പറഞ്ഞ സക്കാഫത്ത് എന്ന് പറഞ്ഞ സംസ്കാരം എന്നാണ്. മിനിമം ഒരു പണ്ഡിതന് സാധാരണക്കാരെങ്കിലും ഇത് വേണ്ടേ? സക്കാഫികൾക്കില്ലെങ്കിലും സാധാരണക്കാർക്കെങ്കിലും ഉണ്ടാകും, സക്കാഫികൾക്ക് ഉണ്ടാവൂല എന്നാണ്. ആര്? ചാനലിലാണ് ആ വാർത്ത വരുന്നത്. ഈ ബലൂണിന്റെ പ്രശ്നത്തിന്റെ പേരിൽ പിടിച്ച സമയത്തുണ്ടായ ഒരു വാർത്ത. എത്ര ശിക്ഷ അള്ളാഹുതആല കൊടുത്തുകൊണ്ടില്ലേ? അള്ളാഹുതആല കൊടുത്ത ശിക്ഷ നോക്കി. നിങ്ങൾ ഈ മുടിയുമായിട്ട് ഇറങ്ങിയപ്പോ അയാൾ അറസ്റ്റ് ചെയ്തത് എന്നാ? ബലൂണിന്റെ പ്രശ്നം ഉണ്ടായിട്ട് മാസം കഴിഞ്ഞിട്ടല്ലേ അറസ്റ്റ് ചെയ്യുന്നത്. കാരണം പോലീസും തീരുമാനിച്ചു, പടച്ചോനതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു റബീഉൽ-അവ്വലിനായിക്കോട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസാരമാക്കിയ മാസത്തിൽ തന്നെ ആവട്ടെ അയാൾ അറസ്റ്റ്. അന്നെ നോളേജ് സ്റ്റിക്ക് സ്റ്റേയും വന്നത് അല്ലേ? ആ ഒക്കെ ഒരേ മാസത്തിൽ നോക്കി പറയട്ടെ. ഇത്തരത്തിൽ ആരും മോശക്കാരല്ല. നാദാപുരത്ത് ഒരു പിഞ്ചു കുഞ്ഞിന് സ്കൂളിൽ വെച്ചുണ്ടായ അനുഭവത്തെക്കുറിച്ച് സ്കൂൾ മാനേജർ കൂടിയായ അബ്ദുറഹ്മാൻ സഖാഫി കളിയാക്കിയത് ഇങ്ങനെയാണ്. ഈ കുട്ടി ബലൂൺ ഇങ്ങനെ ഊതി പൊക്കിയിട്ട് ആ ബലൂൺ കൊണ്ട് ലൈംഗികാവയവത്തിന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു കളിക്കുന്നത് ഉമ്മ കണ്ടുപോലും. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്താ കളിക്കുന്നത്, എന്താ ഇവിടെ സംഭവിച്ചത്, എനിക്കെന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കും തന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ ഈ കുട്ടി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു അല്ലേ എന്നാണ് ഉമ്മാന്റെ വിശദീകരണം. ഈ കുട്ടിക്ക് ഈ ഇക്കളിയെല്ലാം കളിച്ചിട്ട് പിന്നെയും ഈ ബലൂൺ കൊണ്ട് അടിക്കാനുള്ള ഒരു പ്രചോദനം എന്താ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. എവിടെയെങ്കിലും അടിച്ചെല്ലാവരും പറയുന്നത് എനിക്കെല്ലാം തുറന്നു പറയല.
കണ്ടത് ഒരു പണ്ഡിത വേഷധാരുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ ഒരു മടിയിലാണ്. നിങ്ങൾ പറഞ്ഞൊക്കെ തുറന്നു പറയണമെന്ന് പറയട്ടെ. തുറന്നു പറയാത്ത നമുക്ക് അതിന്റേതായ രൂപത്തിൽ ചർച്ച ചെയ്യാതെ നേരത്തെ തീരുമാനിച്ചായിരുന്നു. അങ്ങനല്ല ഇപ്പോഴുള്ളത് പ്രശ്നമല്ലേ. അപ്പൊ പിന്നെ ആളുകൾ സത്യം തിരിയാണ്ടായിക്കൊണ്ടാ അവർ പറയാൻ. ഏതായാലും പ്രസംഗത്തിനെതിരെ സർക്കാർ കേസെടുത്തു കഴിഞ്ഞു. സഖാഫത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ സംസ്കാരം എന്നാണ് അർത്ഥം. സഖാഫിമാർക്ക് അത് വേണമെന്ന് നിർബന്ധമുണ്ടോ എന്നറിയില്ല. എന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ മിനിമം സഖാഫത്ത് ഉണ്ടായിരിക്കുന്നത് ആർക്കും നല്ലതാണ്. നമ്മളല്ല പറയുന്നത്, ചാനലുകാരാ പറയുന്നത്. സഖാഫികൾക്ക് സാധനമില്ല. സഖികൾക്ക് അവകാശവാദങ്ങളാണ്. ആ കൂട്ടത്തിൽ മറ്റൊന്നത് നടത്തുന്നത്. ഞങ്ങൾ എന്ത് ചെയ്താലും അത് കണ്ടിട്ട് ചില ആൾക്കാർ ഞങ്ങളെ പിന്നാലെ കൂടി ചെയ്യാണ്. ആരാ കൂട്ടരെ ആദ്യം 60 വാർഷികം നടത്തിയത്? ഞങ്ങൾ 60 വാർഷികം പ്രഖ്യാപിച്ചപ്പോഴല്ലേ നിങ്ങൾക്കും തോന്നിയത് അങ്ങനെ ഒരു വാർഷികം ഉണ്ട്? ഞങ്ങൾ പ്രഖ്യാപിച്ച് നടത്തി കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്കും തോന്നിയത്? ഞങ്ങൾ വിക്കായ എന്ന് പറയുന്ന 25,000 സന്നദ്ധ സേവന സംഘത്തെ സമൂഹത്തിന് സമർപ്പിച്ചപ്പോഴല്ലേ നിങ്ങൾക്കും തോന്നിയത് അങ്ങനെ ടീമുണ്ടെന്ന്? എന്നിട്ട് എന്താ ചെയ്തത്? വിക്കായന്റെ റാലി നമ്മൾ കണ്ടവരാണ്. ഒരു ഒഴുക്കായിരുന്നു അല്ലേ വിക്കായുടെ റാലി. നമ്മളെ സംഘടനയുടെ റാലി നിങ്ങൾ കണ്ടു. സിൽവർ ജൂബിലി റാലി നമ്മൾ കണ്ടവരാണ്. ഇവിടെ സഫ്വന്റെ റാലി എങ്ങനെയായിരുന്നു? സ്ക്വയർ ഫീറ്റ് അളന്നിട്ട് ഇങ്ങനെയൊക്കെ കുടിച്ചിട്ട് ഇത്രക്ക് അകൽച്ച നമുക്ക് വേണം. ആദ്യം അത് പറഞ്ഞു കൊടുത്തു. എന്നിട്ടാണ് റാലി നടത്തിയത്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒഴുകല്ലായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ റാലി? നമ്മുടെ റാലിന്റെ ഒരു ഭാഗം കൊടുത്തട്ടെ. വല്ലാത്തൊരു ഒഴുക്കായിരുന്നല്ലോ ഗ്രാൻഡ് ഫിനാലയുടെ റാലിയിലുണ്ടായത്. അത് കണ്ടിട്ട് ഇവരും ഒരു റാലി നടത്തി. ആന പിണ്ടിട്ട് അണ്ണാൻ പിണ്ടിട്ട് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ അത് കണ്ടിട്ട് നിൽക്കാൻ കണ്ട. SKS ഒരു റാലി നടത്തുന്ന കണ്ടിട്ട് നിങ്ങൾ നടത്തിയാൽ അങ്ങനെ ഉണ്ടാവും. കണ്ടോളൂ നിങ്ങൾ SKSന്റെ റാലി. ഒരു ഒഴുക്കായിരുന്നു. എന്നല്ല നിങ്ങൾ എന്റെ പിക്ചറുകളാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഒഴുക്കായിരുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ഇവരുടെ റാലി നിങ്ങൾ കണ്ടോളൂ. അതിന്റെ വീഡിയോ തന്നെ ഞാൻ കാണിച്ചുതരാം. ഇവരുടെ റാലിയുടെ അവസ്ഥ എന്തായിരുന്നു? എത്ര ആളുണ്ടായിരുന്നു? 5000 പോലും തികഞ്ഞില്ല എന്നാണ് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ പറഞ്ഞത്. 25,000 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാലി കണ്ടിട്ട് നമ്മുടെ റാലി നമുക്ക് ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. പ്രോഗ്രാം കഴിയാറാകുന്നത് വരെ വലിയ വലിയ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മുടെ റാലി വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തൃശ്ശൂരിലെ ഒരു പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ സഹോദരനോട് നേരിട്ട് പറഞ്ഞതാണ്, എനിക്ക് ഏകദേശം 70 വയസ്സോളമാകാറായി. പക്ഷേ തൃശ്ശൂരിൽ പൂരമൊക്കെ നടക്കാറുണ്ടെങ്കിലും എന്റെ അനുഭവത്തിൽ തൃശ്ശൂരിൽ ഇത്രയധികം ആളുകൾ കൂടുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നമ്മളല്ല പറയുന്നത്, ഒരു ക്രൈസ്തവ സഹോദരൻ പറയാം. എന്നാൽ ഇവരുടെ റാലി നിങ്ങൾ കണ്ടോളൂ. കണ്ടല്ലോ നിങ്ങൾ? അളന്ന് മുറിച്ചിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് അവർ പോകുന്നത്. എന്നിട്ട് ഇതാണ് പറയുന്നത് 25,000 ആളുകൾ. ഇത് നമ്മളെ കണ്ടിട്ട് തുടങ്ങിയതാണ്. പക്ഷേ കാന്തപുരം AP അബൂബക്കർ പറയാണ്, അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, അദ്ദേഹം പറയാണ്, ഞങ്ങൾ എന്ത് തുടങ്ങിയാലും അതിന്റെ പിന്നാലെ ഇവരും തുടങ്ങുകയാണ്. ഞങ്ങൾ എന്തു തുടങ്ങിയാലും അതിന്റെ പിന്നാലെ ഇവര് തുടങ്ങിയിട്ട് ഓരോന്ന് ചെയ്യാണ്. അങ്ങനല്ലല്ലോ. നമ്മൾ സഹചാരി തുടങ്ങി, അത് ജനകീയമായി കണ്ടപ്പോഴല്ലേ ഇവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചിന്ത വന്നത്. സഹചാരി നാട്ടിലുടനീളം പാവപ്പെട്ട ആളുകൾക്ക് ഒരു ആശ്വാസമായി മാറിയപ്പോ, രോഗികൾക്ക് രത്താണിയായി മാറിയപ്പോഴാണ് ഇവർ സാന്ത്വനം എന്നൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്. നമ്മളെ കണ്ട് ഓരോന്ന് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് കാന്തപുരം പറയാണ് അവരെ കണ്ടിട്ട് നമ്മൾ തുടങ്ങുകയാണ്. പറയട്ടെ, നമ്മളെ പിന്നാലെ ഇങ്ങനെ പോരുന്ന കൂട്ടരെ ഒക്കെ ഒന്ന് പഠിച്ചോട്ടെ. ഏതായാലും എന്ത് നമ്മൾ ചെയ്താലും പിറ്റേന്ന് പിന്നാലെ ഇങ്ങനെ പോരുന്ന കുറെ കൂട്ടരുണ്ട്. അത് ഹൈറിന് വരുന്നതിന് നമുക്കൊരു വിരോധവുമില്ല. ഏതായാലും അവര് തുടങ്ങുന്നതിനനുസരിച്ചാണ് നമ്മൾ. അല്ല, ഞങ്ങൾ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളും പറയാൻ തുടങ്ങിയില്ലേ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം പണമാണ്. പ്രശ്നം പണത്തിന്റെ പിന്നാലെ പോയതാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞപ്പോ അന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇവിടെ വെച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുരം തുറന്നു പറഞ്ഞില്ലേ, ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം പണസമ്പാദനമാണ്. പണത്തിന്റെ പിന്നാലെ നടക്കുകയാണ്. അവിടെ ബിൽഡിംഗ് വേണം, ഇവിടെ ബിൽഡിംഗ് വേണം, അപ്പുറത്ത് ബിൽഡിംഗ് വേണം, അവിടെ ഇതുണ്ടാക്കണം, ഇവിടെ ഇതുണ്ടാക്കണം. ഈ ചിന്ത കൂടിയതാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. പറയട്ടെ, അദ്ദേഹം ഭൗതികതയിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കണം. ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറയും.
പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. നിങ്ങളോട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പലർക്കും സമ്പാദിക്കും സങ്കടം പോച്ചുണ്ടായി കുന്നുകൂട്ടുകയാണ്. ടൗണിലുള്ള കെട്ടിടങ്ങൾ മുഴുവനും വേണം, പറമ്പുകൾ മുഴുവൻ ഈ സ്ഥലം വേണം, ആകെ പിരിവാണ് ലക്ഷ്യം. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നോക്കൂ, നിങ്ങൾ എത്ര പിരിവ് നടത്തി, നാടിനീളെ പിരിവ് നടത്തി. ഷെയർ മുബാറക്കിന്റെ പള്ളി ഉണ്ടാക്കാനുള്ള പിരിവ് നടത്തി. എവിടെ പള്ളി? എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് സി എം ഇബ്രാഹിം പ്രസംഗിച്ചെന്താ അറിയോ? ആ പള്ളി വരും സംശയമില്ല. ലാസ്റ്റ് അദ്ദേഹം ദ്വാ ചെയ്യാണ്, അല്ലാഹുവേ അതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ. ആ സാധു പണ്ട് തറക്കല്ലിട്ട മൂപ്പർക്ക് ഓർമ്മല്ല. പണ്ട് തറക്കല്ലിട്ടപ്പോ മൂപ്പര് കട്ടവച്ചാളാണ്. ആ സാധന ഓർമ്മല്ല. ഇയാൾ ഇവിടുന്ന് പ്രസംഗിക്കാണ്, എന്ത് എനിക്ക് ആ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയണം. പണ്ടൊരു കട്ടക്കളി നടത്തിയവര് അത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ മുമ്പ് സി ഇബ്രാഹിം പറയുന്നത് കേട്ടോളൂ. സി ഇബ്രാഹിം ഇവിടെ വെച്ച് പ്രസംഗിക്കാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രസംഗം? എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയണം, അതാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പറയട്ടെ. ഇല്ലാത്തൊരു പുല്ലാണ് എനിക്ക് ഇവിടെയല്ല സ്ഥാനം വേണ്ടത്. എനിക്ക് വേണ്ട സ്ഥാനം ആഖിറത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിഫാഅത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര്, വളരെ സന്തോഷമായി ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ കൂടിയ പോലെ കോഴിക്കോടിൽ പള്ളിന്റെ തിരകല്ലിടാൻ കൂടാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും കൊടുക്കുമാറാകട്ടെ. കോഴിക്കോട് ഈ പള്ളിക്ക് തറക്കല്ലിടുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ അല്ലാഹുതആല സൗഭാഗ്യം നൽകട്ടെ. പണ്ട് മൂപ്പര് തറക്കല്ലിട്ടിൽ പങ്കെടുത്ത് ഓർമ്മല്ല. പണ്ട് തറക്കല്ലിട്ടു അല്ലെ, മാസങ്ങൾ കഴിഞ്ഞിട്ട് കുറ്റടിച്ചു. അങ്ങനെ ഉണ്ടായത്. ആദ്യം തറക്കല്ലിട്ടു, മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ നോളേജ് സെറ്റ് വരുന്ന സ്ഥലത്ത് കുറ്റടി ഉണ്ടായത്. ഇപ്പോഴോ പറയാണ് പള്ളിക്ക് സ്ഥലം അന്വേഷിച്ചു കൊടുക്കാണ്. നമ്മളെങ്ങനെ ചെയ്യാറുള്ളത്? നമ്മൾ ആദ്യം സ്ഥലം വാങ്ങും, ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ, എന്നിട്ട് കുറ്റടിക്കും, എന്നിട്ട് തറ കയറും, എന്നിട്ട് കല്ലിടും. ഇവര് നേരെ തിരിച്ചാ, ആദ്യം തറക്കല്ലിടും. എവിടെയാണ് സ്ഥലം ചോദിച്ചാൽ അറിയില്ല. ആ തറക്കല്ലിടൽ യോഗത്തിൽ ഇയാൾ പങ്കെടുത്തിരുന്നില്ലേ? കണ്ടു നിങ്ങൾ കല്ലിടൽ യോഗം? തറക്കല്ലിടൽ എന്ന് പറയുന്ന നാടകം സംഘടിപ്പിച്ചു കോഴിക്കോട്. അന്ന് എല്ലാവരെയും SSFന്റെ പ്രവർത്തകന്മാരൊക്കെ സമാധാനിപ്പിച്ചത് ആ തറക്കല്ലിടുന്നു. കുട്ടികൾ സന്തോഷത്തോടെ തക്ബീറല്ലി. അപ്പൊ സി എം ഇബ്രാഹിം അവിടുന്ന് പ്രസംഗിച്ചെന്താ അറിയോ? ഇതാണ് ഞങ്ങളുടെ ഉസ്താദിന്റെ പ്രത്യേകത. സ്ഥലം എവിടെയാണെന്ന് പോലും പറയാതെ തറക്കല്ലിടാൻ ഒരു ആലിമിനും തങ്ങൾക്കും സാധിച്ചു. അങ്ങത്തൊന്ന് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? നമ്മളോട് ചോദിച്ചതാണ്. എങ്ങത്തൊന്ന് സ്ഥലം എവിടെയെന്ന് ആർക്കും അറിയില്ല, പള്ളി ഉണ്ടോന്ന് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു പള്ളിക്ക് തറക്കല്ലിടാൻ കഴിഞ്ഞോ? അങ്ങത്തൊന്ന് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? സി എം ഇബ്രാഹിം അങ്ങത്തൊന്നു പോയിട്ട് അര പോലും ഞങ്ങളെ കൂട്ടത്തിലില്ല. എങ്ങത്തെ എവിടെയാണ് സ്ഥലം അറിയില്ല, പള്ളി ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു പള്ളിക്ക് സ്റ്റേജിൽ കൊണ്ടുപോയി കട്ടയിടാൻ ഞങ്ങളെ കൂട്ടത്തിൽ തങ്ങന്മാരോ നേതാക്കന്മാരോ തയ്യാറല്ല. അന്ന് സി എം ഇബ്രാഹിം പ്രസംഗിച്ചു കേട്ടോളൂ. മറ്റവരോട് ഞാൻ ചോദിക്കട്ടെ, ഓരോ പള്ളിയുടെ സ്ഥലം എവിടെയാണെന്ന് അറിയാണ്ട് ശിലാസ്ഥാപനം ചെയ്ത് ഒരു തങ്ങളോടും എല്ലാവരും കൂടി ഇത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരാളെ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? എങ്ങനത്തെ ഒരാള്? പള്ളിയുടെ സ്ഥലം എവിടെയെന്ന് അറിയില്ല, എവിടെയാണ് പള്ളി ഉണ്ടാക്കുന്നത് അറിയില്ല. അങ്ങനത്തെ പള്ളിക്ക് തറക്കിടാൻ പറ്റുന്ന ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഒരാള് പോയിട്ട് അര പോലും ഞങ്ങളെ കൂട്ടത്തിലില്ല. അങ്ങനത്തെ തട്ടിപ്പറഞ്ഞു നമ്മളെ കൂട്ടത്തിലില്ലല്ലോ. സി എം ഇബ്രാഹിം ഇവിടുന്ന് ദുആ ചെയ്യുന്ന അല്ലാഹുവേ ആ തറക്കല്ലിടുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ. എന്നിട്ട് സി എം ഇബ്രാഹിം അന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഈ പള്ളി ഇവിടെ മാത്രമല്ല കോഴിക്കോടും വരും, മലപ്പുറത്തും വരും, കണ്ണൂരും വരും. ഏത് പള്ളി? സ്റ്റേജ് ഇടുന്ന പള്ളി. അതെല്ലായിടത്തും വരുമല്ലോ, സുഖമുള്ള ഏർപ്പാടല്ലേ. കേട്ടോളൂ അദ്ദേഹം പറഞ്ഞത്. ഒരു പള്ളിയില്ല, ഇൻഷാ അല്ലാഹ് മലപ്പുറത്തും കയറോ, കണ്ണൂരിലുണ്ടാവോ. ഇനി പള്ളികൾ നിർമ്മിക്കുന്ന കാലം തുടങ്ങിപ്പോയി. ഇൻഷാ അല്ലാഹ് പള്ളികൾ നിർമ്മിക്കുന്ന കാലം തുടങ്ങിക്കഴിഞ്ഞ്. ഏത് പള്ളി? ഈ കട്ടക്കലിയുടെ പള്ളി. അത് കോഴിക്കോടുണ്ടായി, അത് മലപ്പുറത്തുണ്ടായി, അത് കണ്ണൂരുണ്ടായി, കേരളത്തിൽ മൊത്തം ഉണ്ടായി. സുഖാണല്ലോ, കുട്ടികൾക്കൊക്കെ 4 കട്ടെടുത്തൊരു പള്ളി ഉണ്ടാക്കാമല്ലോ. എത്ര പിരിച്ചതിന്റെ പേരിൽ പാവം നമ്മളെ സ്വപ്നജീവിയൊക്കെ എത്ര കരഞ്ഞ് വയലുറന്ന് പിരിച്ചതാണ്. ആ സാധു പറഞ്ഞ എന്താന്ന്? 40 കോടിയല്ല 4000 കോടി കൊടുത്താലും മതി അവരവിടെ പിരിച്ചത്. റസൂലുള്ളാഹിന്റെ തിരുകേശം സൂക്ഷിക്കാനല്ലേ ആ സാധു കരഞ്ഞത്. ഇപ്പൊ പാവ എവിടെയാണാവോ? സ്വപ്നം കാണായിരിക്കും ഒഴിഞ്ഞിരുന്നിട്ട് ഈ ലാസൊക്കെ പോടെ പൊട്ടിക്കും മുമ്പിൽ വന്നിട്ട്. കേട്ടോളൂ നിങ്ങൾ, അന്നത്തേക്കും കരഞ്ഞു.
ാണ് നാം 40 കോടിയുടെ പള്ളിയുണ്ടാക്കുക. 40 കോടിയല്ല 4000 കോടി നമ്മൾ ചെലവഴിക്കേണ്ടത് റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. അതൊരു അധികപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കാശ് അതിലുള്ളതാണ്. നമ്മളെല്ലാം അതിന് പങ്കുചേരുക. 40 കോടിയല്ല 4000 കോടി കൊടുത്താലും മതിയല്ല എന്ന് പറഞ്ഞു. എവിടെയാ കാശ്? എവിടെ? എത്ര പിരിച്ചു? കേരള യാത്ര നടത്തിയപ്പോ നിങ്ങൾ അറിയണം, കുറ്റിപ്പുറത്ത് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് മണിമന്ദിരം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആ പിരിച്ച കാശെവിടെ? അത് കഴിഞ്ഞ് കർണാടകയിൽ യാത്ര നടത്തി. കർണാടക യാത്രയ്ക്ക് രസമായിരുന്നു. കർണാടക യാത്രയിലൊക്കെ പോയിട്ട് മുത്തിരുന്നു എല്ലാവരും. എന്താ മുത്തിരുന്നത്? ഷെയ്ഖുനാന്റെ ബസ്സേ. എന്നിട്ട് ഒരു സാധു കരഞ്ഞു വയന്ന് പറയാണ്, എല്ലാരും മുത്തിയ വണ്ടി. ഏത് വണ്ടി? ഉസ്താദിനല്ല കൊടുത്തൊരു വണ്ടി. എന്താണ് വണ്ടിയെ കുറിച്ച് ആയത്തിറങ്ങിയില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ വിശ്വാസികളെയും ഇൽമുടെ ആളുകളെയും അല്ലാത്ത ഉയർത്തുന്നതാണ് ദറജ, പദവികൾ. അതിനർത്ഥം എന്താ? നിങ്ങളുടെ വണ്ടിയിൽ പൊന്തി വരുമെന്നാണ്. അപ്പിറങ്ങിയ ആയത്താണത്. ആ വണ്ടിയെ കുറിച്ച് ഒരാൾ കർണാടകയിൽ പ്രസംഗിച്ചു കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനിന്റെ കൂടെ കർണാടക യാത്രയ്ക്ക് ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് 8ാം രാത്രിയാണ്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ സ്വീകരണം എന്താണ് എന്ത് പറയണം? ഏത് സ്ഥലങ്ങളിൽ പോയാലും ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ സദസ്സല്ല, റോഡരികിൽ കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒന്ന് ഷെയ്ഖുനാനെ കാണണമെന്ന് 1-2 സ്ഥലത്ത് ഞാൻ കണ്ടു. ഹനഫികൾ ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുന്ന ബസ്സിന് ചുറ്റുവശത്ത് ഇങ്ങനെ കൂടി ബസ്സിലിങ്ങനെ തൊട്ടുമുത്തുന്നു. തൊട്ടുമുത്തിയിട്ട് കരയുന്നു. എന്തേ തൊട്ടുമുത്തുന്നു? ബസ്സിനെ. വല്ലാത്തൊരു സാധനങ്ങൾ. പണ്ടുണ്ടായ ഒരു കാറ് തൊട്ടുമുത്തല്. നമുക്കറിയില്ലേ, നമ്മളെ മുടി തിരിച്ചു വാങ്ങിയപ്പോഴേ നമ്മളെ കയ്യിലുള്ള മുടി ഉണ്ടായിരുന്നല്ലോ. നേരത്തെ അമീബേസി പറഞ്ഞല്ലോ, 7 മുടി കൊണ്ടുവന്നു അമീബേസി. അതിലൊന്ന് നമ്മൾ കത്തിച്ചു നോക്കി, അപ്പത്തന്നെ കത്തിപ്പോയി. ഈയണ്ട് കണ്ടപ്പോൾ കത്തിപ്പോയി. ബാക്കി 1 പ്രാവശ്യം അവസ്ഥ മാറ്റി വെച്ച് ബാക്കി 5 ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മുടി തിരിച്ചോണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു 5 പോരെ, ചല്ല 7 തന്നെ വേണമെന്ന് പറഞ്ഞു. 7 മുടി പോരെ, 7 മുടിയാണ്. അങ്ങനെ നോക്കി നോക്കുമ്പോ ഈ മുടിക്ക് വിറ്റാണ് മുടി അവിടെ വേറൊന്നുമില്ല. അപ്പൊ ഒരു ചേച്ചിയോട് ചേച്ചിയോട് നമ്മൾ തരാറുണ്ട്. അങ്ങനെ ചേച്ചി 2 മുടി തന്നു. അങ്ങനെ 7 കൊടുത്തു. ഈ 7 മുടിയുമായി കൊണ്ട് ആക്കോട് ഒരു സമ്മേളനം നടത്തി. ആക്കോടിൽ പാവൻ നൗഷാദ് ഹസനി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറിൽ ഈ മുടി വരുന്നത്. അത് ചെറിയ മഴയുള്ള സമയമായിരുന്നു. ചളി പുരണ്ടുകൊണ്ടാണ് കാറ് വരുന്നത്. അപ്പൊ നൗഷാദിന് കത്തിക്കേറി. കണ്ടോ, എസ്കക്കാർക്ക് പുണ്യനബിയുടെ തിരികേശം സൂക്ഷിക്കാനുള്ള അർഹതയില്ല, നമ്മൾ തിരിച്ചു വാങ്ങിയിരിക്കുന്നു. കുട്ടികൾ തക്ബീർ ചൊല്ലി, നൗഷാദ് ഹസന് താലാൽ ബദർ ചൊല്ലി കൊടുത്തു. കുട്ടികൾ ഏറ്റുചൊല്ലി ആവേശഭരിതരായി ആഹ്ലാദത്തെ തുള്ളിച്ചാടി നേരെ വാഹനത്തിന്റെ അടുത്തേക്ക് ചാടി. ഇതാ വണ്ടി എത്തിയിരിക്കുന്നു. കുട്ടികൾ ചുറ്റും വളഞ്ഞു. പെട്ടെന്നാണ് നൗഷാദിന്റെ പ്രഖ്യാപനം വരുന്നത്, ഇന്ന് മുടി പുറത്തേക്കെടുക്കില്ല, നാളെ കൊണ്ടോട്ടി വെച്ചുകൊണ്ടാണ് ആ മുടിക്ക് വെള്ളം കൊടുക്കുക. കുട്ടികൾ ഇടിതട്ടി വരിക്കുന്ന സ്തംഭിച്ചു. വലിയ താല്പര്യത്തിൽ പോയ കുട്ടികൾ. അപ്പോഴാണ് ഒരു വിദ്വാൻ കൂട്ടത്തിന് പറഞ്ഞു, ഉള്ളിൽ മുടിയുണ്ടെങ്കിലും മുടി മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കാറ് മുത്ത. കുട്ടി മുത്തി, കണ്ടവരൊക്കെ മുത്തി, എല്ലാവരും മുത്തി. കാറാണ് ക്ലീനായി. അപ്പോഴാണ് ഒരു കുട്ടി വന്നു, അവർക്ക് മുത്താൻ സ്ഥലമില്ല, അവന് ടയറാ കിട്ടിയത്, അവൻ ടയറും മുത്തി. കാറാണ് ഉഷാറായി വൃത്തിയായി. കാറ് തിരിച്ചുപോയി. അങ്ങനെ പോയി കുണ്ടോട്ടിയിൽ കൊണ്ടുപോയി. കുണ്ടോട്ടിയിൽ നിന്ന് അവരുടെ പള്ളിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് കുണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് ഈ മുടി മുക്കിയ വെള്ളം കൊടുത്തു. അത് കുടിച്ചു. ഒരു നന്നായി കുടിച്ചു. എന്താ പറഞ്ഞത്? മുത്തുനബിയുടെ മുടിയിട്ട വെള്ളം ഞങ്ങൾ കുടിച്ചു. ഇവരെ മുത്തുനബി ആരാ? ഇസ്ലാം സെന്റർ അടിച്ചു വരുന്ന ചേച്ചി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഒരു ബർക്കത്തും സ്ഥാനം എത്രയാണ്. ഇവരെ നബി നമ്മൾ ഇസ്ലാം സെന്റർ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക. അപ്പൊ ആർക്കാ സ്ഥാനപ്പോ? ആർക്കാ സ്ഥാനം? എന്നിട്ടോ അന്ന് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ഈ സ്വീകരണമൊക്കെ തെറ്റായ രീതിയാണ്, നിങ്ങളിത് പഠിക്കാത്തത് കൊണ്ടാണ്. അന്നവർക്ക് മനസ്സിലായില്ല. ഇപ്പൊ പേരോട് ദ്രമ സക്കാഫി രംഗത്തൊന്നിട്ട് പറഞ്ഞില്ലേ, ആരാങ്ങളോട് സ്വീകരിക്കാൻ പറഞ്ഞു ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞു, മൂപ്പരാണല്ലോ ഒക്കെ പറയേണ്ട ആള്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാതെ എങ്ങനെയാണ് സ്വീകരിച്ചത്? പേരോട് ചോദിക്കുന്നുള്ളൂ. ഇതൊരു വിഷയം അറിയോ? പൊന്മൾ ഉസ്താദ് ചില സംഗതികളെ വിമർശിച്ചു. ആ വിമർശിച്ചത് ഷാറു മുബാറക്കിനെയല്ല, ഷാറു മുബാറക്കിന്റെ സനദിനെയല്ല. ഷാറു മുബാറക്കിന്റെ പേരിൽ ചിലർ സംഘടനയുടെ നയം വിട്ട്
സംഘടന പഠിപ്പിച്ചത് വിട്ട്, കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് വിട്ട് സ്വന്തത്തിൽ ചില പരിപാടികൾ ചെയ്തു, സ്വന്തത്തിൽ ചില സംഗതികൾ പറഞ്ഞു. അതിനെ പൊന്മള ഉസ്താദ് വിമർശിച്ചിട്ടുണ്ട്, ഞാനും വിമർശിക്കുന്നുണ്ട്, എല്ലാവരും വിമർശിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ പ്രസംഗിച്ചു, ആ ഷെയർ മുബാറക്ക് ഒന്ന് താടിയിൽ നിന്നാണ്, ഒന്ന് തലയിൽ നിന്നാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ആദ്യമായി പ്രസംഗിച്ച ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, അത് പറയാൻ ആരും ഇവിടെ ഏൽപ്പിച്ചിട്ടുമില്ല. അങ്ങനത്തെ ചില വഴിവിട്ട പ്രസംഗങ്ങളെ ഇതുപോലെ എസ്കെക്കാർ ഒരു ഞങ്ങൾ ജാലിയാവാലായിരുന്നു മുടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാൾ പറഞ്ഞ മാതിരി തന്നെ എസ്കെക്കാർ പറഞ്ഞു കൊണ്ടുവന്നോട്ടെ അങ്ങനെ പറഞ്ഞില്ലല്ലോ, സ്വീകരിക്കേണ്ടതല്ലേ റസൂൽ തന്നെ ഉടനെ സ്വീകരിച്ചാൽ പറ്റുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സനത് ചോദിക്കാൻ പാടില്ലെന്നല്ലേ, പിന്നെ എന്തിനാ ഹായ അടക്കുന്നത്? മൂപ്പർക്കൊരു അടക്കം കൊണ്ടുവന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മുത്തിന് പിന്നെ മുടിയാണെങ്കിൽ ആര് കൊണ്ടുവന്നാൽ സ്വീകരിക്കണ്ടേ? അത് എസ് കെ ആയാലും SSF ആയാലും ഞങ്ങൾക്ക് പിന്നെ സനതോ നിങ്ങൾക്ക് പിന്നെ അതിന് ആവശ്യമില്ലല്ലോ. പറയട്ടെ, നമ്മൾ നോക്കിയില്ല. ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഒരു കൂട്ടരുമായിട്ട് അത് ഞങ്ങളിങ്ങനെ വാങ്ങാണ്ടിരുന്നു പറഞ്ഞ് എന്ത് ചെയ്തു? അത് കൊണ്ടുപോയിട്ട് ആക്കോട് വെച്ചൊരു സ്വീകരണം. ഏത് സംഘടന പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ? SSF പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആക്കോട് സ്വീകരണം കൊടുത്തത് ഉസ്താദെ SSF ആണ്. എന്നിട്ടോ ഏത് നേതാവ് പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ? അവിടെ ഒരു സ്വീകരണം കൊടുത്തു. എന്നിട്ട് ആ സ്വീകരണം നടത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരാനയിക്കൽ. എവിടത്തേക്ക് ആനയിക്കല്? എയർപോർട്ടിലേക്ക് ഒരാനയിക്കൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. അള്ളാഹു സംരക്ഷിക്കും. നിങ്ങളെ മുടിയൊന്നുമല്ല, ഇത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കളിയാണ്. അള്ളാഹു സംരക്ഷിക്കും പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ, ഇവിടെ സമ്മേളനത്തിൽ കാര്യമായിട്ട് കാന്തപുരം പറഞ്ഞെന്താ അറിയോ? ഞങ്ങളെ പ്രത്യേകത, ഞങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ആരെയും വിമർശിക്കാറില്ല, ഞങ്ങൾ ആരെയും ചീത്ത പറയാറില്ല, ഞങ്ങൾ ഒരാളെയും തെറി പറയാറില്ല. മൂപ്പർക്ക് പഴയതൊന്നും ഓർമ്മല്ല. അതിലൊക്കെ മറന്നല്ലോ. ഗുജറാത്ത് മൂപ്പർക്ക് അറിയില്ല, കുറ്റിപ്പുറം മൂപ്പർക്ക് എന്തായാലും അറിയില്ല. ആ കൂട്ടത്തിൽ പഴയ കാലത്ത് തെറികളൊന്നും ഓർമ്മല്ല. ഇവർ കാര്യമായിട്ടൂടെ പ്രസംഗിച്ചതാണ്. എല്ലാവരും കയ്യിലെടുക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെ കണ്ടായിരുന്നു. അപ്പൊ അവരെ കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങൾ ഒരാളെ ഒന്നും പറയാറില്ല. പറയട്ടെ, ഇടയിൽ കൂടി മുസ്ലിം വളരെ മിതമായ ഭാഷയിൽ വേറെ ചിലർ അങ്ങനെ മിതമായ ഭാഷ അവരുടെ കയ്യിലില്ലാത്തത് കൊണ്ട്, അവരെ തറവാട് മുതൽ അവർ അങ്ങനെയുള്ള സുന്ദരമായ ഭാഷ പഠിക്കാത്തത് കൊണ്ട് എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി നിന്നാൽ അങ്ങ് തുടങ്ങുകയാണ് മനുഷ്യത്വരഹിതമായ വാക്കുകൾ. മനുഷ്യത്വരഹിതമായ വാക്കുകൾ നമ്മൾ പറയാം. അവർക്കൊന്നുമില്ല, അവർ തെറി പറയാറില്ല, ഒന്നും പറയാറില്ല. ഉസ്താദ് പറയാണ്, തറവാടിനോട് ചേരാത്തൊരു വാക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ എന്നേ വരക്ക് പറഞ്ഞിട്ടില്ല. ഒരു 2 ക്ലിപ്പ് കേൾപ്പിച്ചെടുക്കുക ഉസ്താദിനെ. നിങ്ങൾക്കല്ലോട്ടോ, നിങ്ങൾക്ക് അറിയണാണ്. ഉസ്താദ് കേട്ടോട്ടെ, പഴയ കാലം ഓർമ്മ വെച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞതൊക്കെ ഒന്ന് കേട്ടോട്ടെ. നേതാക്കന്മാർ പറഞ്ഞതും സ്വന്തം നേതാക്കന്മാരും അനുയായികളും ഒരു കാലത്ത് നമ്മൾ അഭിമന്യരായ നേതാക്കന്മാരെ കുറിച്ച്, ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മനുഷ്യത്വരഹിതമാണോ സഭ്യത ഉള്ളതാണോ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. മാപ്പന്റെ സ്കൂള്, നിന്റെ മാപ്പന്റെ സ്കൂള് എങ്ങനെയുണ്ട്? മനുഷ്യത്വരഹിതമാണോ? എന്താ ചോദിക്കണത്? എന്റെ ബാപ്പന്റെതാണോ സ്കൂള്? ഇത് ചോദിക്കുന്ന ആളാരാണ്? ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പോട്ടെ. മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ. എങ്ങനെയുണ്ട്? സഭ്യതയുള്ള നല്ല വാക്കുകളാ. മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ. ഒന്ന് കോണം കെട്ടിയാവോ? ആരുമാകോ ഇന്നലെ വരെ ഒന്ന് കോണം കെട്ടിയാവോ? ആരുമാകോ? അടുത്താളെ. ഇതൊക്കെ ഇവർ പറഞ്ഞ വാക്കുകളാണ്. ഇന്നലകളിൽ ഇവർ പ്രസംഗിച്ച വാക്കുകളൊന്നും ഇവർക്ക് ഓർമ്മല്ല. എന്നിട്ട് പറയാൻ ഞങ്ങൾ അങ്ങത്തൊന്നും പറയില്ല. ഇനി ഓരോരുത്തർ പറയുന്നത് നമ്മുടെ സദസ്സിനെ പേടിച്ച് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇവര് പറഞ്ഞ ഓരോ വാക്കുകൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് പാരമ്പര്യമുള്ള, അടിത്തറയുള്ള, കണ്ണുമുറിയാത്ത ഏക പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ്. അതിന് പകരം വെക്കാൻ കേരളത്തിൽ ഒരു സംഘടനയ്ക്ക് സാധ്യമല്ല.
ഒരു സംശയമില്ല. അതുകൊണ്ടല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയാൻ കഴിയണില്ല, സംവാദം നടത്താൻ കഴിയണില്ല. എവിടെയെങ്കിലും മുജാഹിദ് വന്നാൽ ഇപ്പൊ പറയണേ നിങ്ങൾ നടത്തി ഞങ്ങൾ വിജയിപ്പിച്ചുതരാം, നിങ്ങൾ നടത്തി വിജയിപ്പിച്ചുതരാം. ഇൻഷാ അല്ലാഹ് മാർച്ച് 7-ാം തീയതി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ SKSF-ന്റെ പ്രവർത്തകന്മാർ സംവാദം നടത്താൻ പോകുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.